മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉൾപ്പെട്ട 1013 പേർക്കാണ് അടിയന്തര ധനസഹായമായ 10,000 രൂപ ഇതുവരെ കൈമാറിയത്. നേരിട്ട് ദുരന്തം ബാധിച്ച 55 പേർക്ക് ഇനിയും പണം വിതരണം ചെയ്യാനുണ്ടെന്നാണ് പരാതി. മേപ്പാടി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് CPMന്റെ ആരോപണം. ഇതിന്റെ പേരിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. ഇവർക്ക് അടിയന്തര സഹായമായ 10,000 രൂപ, അതുപോലെ തന്നെ ഭക്ഷ്യക്കിറ്റ് എന്നിവ സർക്കാർ പ്രഖ്യാപിച്ച സാധനങ്ങൾ ഭക്ഷ്യക്കിറ്റ് പഞ്ചായത്തിന്റെ അണ്ടറിലാണ് കൊടുക്കുന്നത്, പഞ്ചായത്തിന് കീഴിലാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് വിഷയം എന്താ വെച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറി സീല് വെച്ച പേപ്പർ കൊടുത്താലേ ഈ ഗോഡൌണിൽ നിന്ന് തുറന്നു കൊടുക്കുള്ളൂ. എന്നാൽ പല കാരണങ്ങളാൽ ഇത് തുറന്നു കൊടുക്കാതെ ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെതിരെയാണ് ഈ അടിയന്തര സഹായം ലഭിക്കാത്ത 55 കുടുംബം ഇനിയും നിൽക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. ധനസഹായ വിതരണത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നാണ് മേപ്പാടി പഞ്ചായത്തിന്റെ മറുപടി. മേഖലയിൽ ശേഷിക്കുന്ന 245 കുടുംബങ്ങൾക്കും 10,000 രൂപ ധനസഹായം അനുവദിക്കണമെന്നും പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. ഈ വിഷയം ഉന്നയിച്ച് UDF അംഗങ്ങൾ കളക്ടറെ കണ്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസത്ത് മരക്കാരുടെ നേതൃത്വത്തിൽ ചർച്ചയും നടത്തി. ഇനി ആർക്കെങ്കിലും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ധനസഹായം ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പരാതി പറയാൻ കളക്ടറേറ്റിൽ ഒരു സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്, വില്ലേജ് ഓഫീസിൽ ഒരു സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്, താലൂക്ക് ഓഫീസിലും ഒരു സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പരാതികൾ കൊടുക്കാം. ആ പരാതി പരിശോധിക്കേണ്ടത് വില്ലേജ് ഓഫീസറും തഹസിൽദാരുമാണ്. അവർ പരിശോധിച്ചിട്ടാണ് അതിനകത്ത് നടപടിയെടുക്കുന്നത്. നിലവിൽ അപേക്ഷിച്ച എല്ലാവർക്കും ഈ മാസം 30-നകം ധനസഹായം നൽകുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.